അമ്മ എല്ലായ്പ്പോഴും വൃത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രവൃത്തിയിലെ വൃത്തിയാണ്, അതുപോലെ പരിസരത്തിലെ വൃത്തിയാണ് ഒരാളുടെ സംസ്കാരത്തിൻ്റെ പ്രധാനമായ ലക്ഷണം എന്ന് അമ്മ എപ്പോഴും നമ്മളോട് പറയാറുണ്ട്. നമ്മളുടെ ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നുണ്ട്, ഈ യോഗശാസ്ത്രത്തിലൊക്കെ പറയും, ശൗചം എന്നൊരു ഒരു ഗുണത്തിനെ യോഗശാസ്ത്രത്തിലെ അഷ്ടാംഗയോഗത്തിലെ നിയമത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. അത് ബാഹ്യ ആഭ്യന്തര ശൗചം എന്നാണ് ഇവിടെ. പുറത്തും നമ്മൾക്ക് വൃത്തി ഉണ്ടാകണം, അകത്തും നമുക്ക് വൃത്തി ഉണ്ടാകണം. മാനസികമായ പരിശുദ്ധിയും ബാഹ്യമായ നിർമ്മലതയും, അതായത് മാലിന്യമില്ലാത്ത അവസ്ഥയൊക്കെ നമുക്ക് വേണം. അതിന് വളരെ പ്രാധാന്യമുണ്ട്. ഇത് അമ്മ വളരെ കാലം മുമ്പേ ദീർഘവീക്ഷണത്തോടെ കണ്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ശബരിമലയിലൊക്കെ അമ്മ വർഷങ്ങളോളം ചെന്നിട്ട് ഈ അവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. അന്ന് നമ്മളിതിന് അമലഭാരതം എന്ന പേരിൽ എല്ലായിടത്തും പ്രസിദ്ധമായതാണ്. പിന്നെ ബഹുമാനപ്പെട്ട ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അത് സ്വച്ഛ ഭാരത് എന്നുള്ള നിലയിൽ അത് പിന്നീട് നമ്മൾ ലോകം മുഴുവൻ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അത്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ബാഹ്യവൃത്തി എന്ന് പറയുന്നത്. അതിന് അമ്മ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ അന്താരാഷ്ട്ര ശുചിത്വ ദിനമായ ഇന്ന് സെപ്റ്റംബർ 20 നമ്മൾ ഈ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടും. ഇവിടെ നമ്മൾ ഏകദേശം 18ഓളം സ്പോട്സുകളിലായിട്ട് ഒരു 15ഓളം കിലോമീറ്ററാണ് ക്ലീനിങ് ആയിട്ട് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അമ്മയുടെ സന്ദേശമായ അമലഭാരതത്തിൽ നിന്ന് തുടങ്ങി ഇവിടെ നമ്മൾ അമ്മയുടെ 72ാം ജന്മദിനത്തോടനുബന്ധിച്ച് അതായത് ശുചിത്വ ഒരു യജ്ഞം, ഒരു അതായത് ഒരു വിപുലീകരിച്ച ഒരു ശുചിത്വ യജ്ഞമാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഇവിടെ നാട്ടുകാരും കൂടെ കൂടിയിട്ടുണ്ട്, അധ്യാപകരും കുട്ടികളും പിന്നെ അതേപോലെ ആശ്രമ അന്തേവാസികൾ, ഏകദേശം ഒരു 500-1000ഓളം അന്തേവാസികളും കൂടി ചേർന്നിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ പ്രദേശങ്ങളും ഇങ്ങനെ വൃത്തിഹീനമായി കിടക്കുന്നത് ഈ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അമൃത വിദ്യാപീഠവും അമൃതാനന്ദമയി ദേവി അമ്മയും ചേർന്ന ഈ പരിപാടിയോട് ശുചിത്വ മിഷനും തദ്ദേശ സ്ഥാപനം അങ്ങേയറ്റം നന്ദി അറിയിക്കുന്നു. ഇത് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ നാടും നഗരവും വളരെ നല്ല രീതിയിൽ വൃത്തിയായും അതുപോലെ ആരോഗ്യപരമായ ഒരു അവസ്ഥയിലേക്കും പോകുന്നതിന് സഹായിക്കും. ഒരേ ഭൂമി, ഒരേ ജീവിതം, ഒരേ ഭാവി, നമുക്ക് ഒരുമിക്കാം, ശുചീകരിക്കാം എന്നുള്ള ഒരു സന്ദേശത്തോടു കൂടിയിട്ട് ഇങ്ങനൊരു ക്യാമ്പയിൻ, അതും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും അമൃതാനന്ദമയി മഠം, ഐക്യരാഷ്ട്രസഭ എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾപ്പെടുത്തി ഇങ്ങനൊരു ക്യാമ്പയിൻ വളരെ വിപുലമായിട്ട് നമ്മുടെ പരിസ്ഥിതിക്കും ഭൂമിക്കും അനുകൂലമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഒരു സാഹചര്യം എടുക്കുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇതിനകത്തിൽ 3000ഓളം വോളണ്ടിയേഴ്സ് പങ്കുചേർന്നാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ ഹരിത കേരള മിഷനും പങ്കാളിത്തം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു പ്രവർത്തനം എന്ന് പറയുമ്പോൾ അമ്മയുടെ ജന്മദിനത്തോട് അനുബന്ധിച്ച് എല്ലാ വർഷങ്ങളിലും നടന്നു വരുന്ന വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. നമ്മുടെ വള്ളിക്കാവ് മാർക്കറ്റാണെങ്കിലും വള്ളിക്കാവ് പ്രദേശങ്ങളാണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ജലാശയങ്ങളാണെങ്കിലും ഒക്കെ ശുചീകരിച്ചുകൊണ്ട് നമ്മുടെ തലമുറയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരിൽ കൂടി ഇതിൻ്റെ ഒരു ബോധം നൽകിക്കൊണ്ട് വളരെ മാതൃകാപരമായിട്ട് വർഷങ്ങളായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്.